ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തി പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടി അവസാനിച്ച് ഒരു ദിവസം പിന്നിടുമ്പോഴാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നത്. ഉച്ചകോടിയിൽ പങ്കെടുത്ത പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന് വേണ്ട സ്വീകാര്യത ഈ ഉച്ചകോടിയിൽ കിട്ടിയിരുന്നില്ല. മാത്രമല്ല, ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെയായിരുന്നു. മാത്രമല്ല, ഈ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ അവഗണിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മാത്രമല്ല, പാകിസ്ഥാനും ചൈനയും തമ്മിൽ വളരെയധികം നല്ല സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിച്ച രാജ്യങ്ങളായിരുന്നു. എന്നാൽ പിന്നീട് ഇന്ത്യയുമായുള്ള കൂട്ടുകെട്ട് വന്നതോടുകൂടി തന്നെ പാകിസ്ഥാനെ അകറ്റി നിർത്തിയുള്ള കാര്യങ്ങളാണ് ചൈന പിന്നീട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അസീം മുനീറിന്റെ വരവിന് പിന്നിൽ ലക്ഷ്യം എന്തെന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഉഭയകക്ഷി പ്രാദേശിക സഹകരണത്തെക്കുറിച്ച് അസീം മുനീറും ഷെഹബാസ് ഷെരീഫും ഷിയും തമ്മിൽ വിപുലമായ ചർച്ചകൾ നടത്തിയതായിട്ടാണ് ഇപ്പോൾ അവരുടെ ടീമിലുണ്ടായിരുന്ന പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഇഷാഖ് ദർ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ അടുത്ത ചൈന പാകിസ്ഥാൻ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനും വിശാലമായ അയൽപക്കത്തിന് ഒരു മാതൃക സ്ഥാപിക്കുന്നതിനും ഇരുപക്ഷവും ത്വരിതപ്പെടുത്തുന്നു എന്നതാണ് ഷീ ജിൻപിങ് പറഞ്ഞതായി തന്നെ ഇപ്പോൾ ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ചൈന പാകിസ്ഥാൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെയും ഒക്കെ തന്നെ നവീകരിച്ച പതിപ്പുകൾ നിർമ്മിക്കുന്നതിന് പാകിസ്ഥാനുമായി പ്രവർത്തിക്കാൻ ചൈന തയ്യാറാണ് എന്നതാണ് ഇപ്പോൾ പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞതായി തന്നെ ചൈനയുടെ തന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നതും മറ്റൊരു വസ്തുതയായി തന്നെ നിലനിൽക്കുന്നു. പാകിസ്ഥാനിലെ ചൈനീസ് ഉദ്യോഗസ്ഥരുടെയും പദ്ധതികളുടെയും ഒക്കെ തന്നെ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളുടെയും ഒക്കെ സുരക്ഷ ഉറപ്പാക്കാൻ പാകിസ്ഥാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ചൈന പ്രതീക്ഷിക്കുന്നതായും ഷീ ജിൻപിങ് പറഞ്ഞതായി ഇവർ റിപ്പോർട്ട് ചെയ്യുന്നു. ആഗോള ഭരണം മെച്ചപ്പെടുന്നതിനായി തന്നെ SCO ഉച്ചകോടിയിൽ ഷീ ജിൻപിങ് നിർദ്ദേശിച്ച ഗ്ലോബൽ ഗവേണൻസ് ഇനിഷ്യേറ്റീവ് അതിനെക്കുറിച്ച് ഷെഹബാസ് വളരെയധികം പ്രശംസ നൽകിയതായും വ്യക്തമാക്കുന്നു. ലോക സമാധാനത്തിനും വികസനത്തിനും സ്ഥിരതയ്ക്കും ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് പാകിസ്ഥാൻ ഇതിന് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നും അത് നടപ്പാക്കാൻ സജീവമായി തന്നെ പ്രവർത്തിക്കണമെന്നും ഇവർ പറഞ്ഞതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതേസമയം പാകിസ്ഥാന്റെ ഭീകരതയെക്കുറിച്ച് ഈ ഉച്ചകോടിയിൽ വളരെയധികം നല്ല രീതിയിൽ ഷീ ജിൻപിങ് പരാമർശം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പഹൽഗാം ആക്രമണത്തെയും പ്രത്യേകിച്ച് ഭീകരവാദത്തെയും ഒക്കെ തന്നെ പൊതുവെ അപലപിച്ചുകൊണ്ടുള്ള സംയുക്ത പ്രഖ്യാപനത്തോട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടി അവസാനത്തിന്റെ ഒരു ദിവസത്തിന് ശേഷമാണ് ഈ യോഗം നടന്നിരിക്കുന്നത്. ആ രേഖയിൽ പാകിസ്ഥാനെ കുറിച്ച് വ്യക്തമായി തന്നെ പരാമർശിച്ചിട്ടില്ല. വാസ്തവത്തിൽ 100 അംഗങ്ങളിൽ ഒന്നായി തന്നെ ഒപ്പിടുകയും എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ തന്റെ SCO ഉച്ചകോടി പ്രസംഗത്തിൽ ഭീകരതയെ അവരുടെ നയം ഉപയോഗിക്കുന്ന രീതിയെ ചില രാജ്യങ്ങളെക്കുറിച്ചും എടുത്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണുന്നത് പാകിസ്ഥാന്റെ ഭീകരതയെ തന്നെയാണ്. എന്നിരുന്നാലും പഹൽഗാമിനെ നേരിട്ട് പരാമർശിക്കുന്നതിന് ഇന്ത്യയുടെ വീക്ഷണകോണിൽ നിന്ന് ഈ പ്രഖ്യാപനം ഒരു വലിയ ചുവടുവെപ്പായിരുന്നുവെന്നും കാരണം ഏപ്രിലിൽ നടന്ന ആക്രമണത്തിൽ മോദി സർക്കാർ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുകയും വളരെ ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്തു. അതേപോലെ തന്നെ മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം തീവ്രവാദ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കുകയും പാകിസ്ഥാന് തക്കതായ മറുപടി നൽകുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് പിന്നീട് ട്രംപിന്റെ ടാരിഫ് ഭീഷണിയുമായി മുന്നോട്ട് വന്നതിന് ശേഷമാണ് ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ദൃഢമായതും പാകിസ്ഥാൻ അവിടെ ഒരു സ്ഥാനമില്ലാതെ അവരെ പുറത്തു നിൽക്കുന്ന ഒരു അവസരത്തിലേക്ക് വന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.